നെഹ്റുവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പണ്ട് പഠിച്ചതാണ്, ചിലരെങ്കിലും പഠിപ്പിച്ചതാണ്. ഫോസ്റ്റർ എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഒരിക്കലൊരു കഥ എഴുതി. ആ കഥയിൽ വോൾട്ടേർ എന്ന ചിന്തകൻ ലോക നേതാക്കൾക്ക് ലോകത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടൊരു കത്തെഴുതുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടും ഈ ലോകം കൂടുതൽ സമാധാനത്തോടു കൂടി പുലരേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വോൾട്ടേറിനുള്ള സംശയങ്ങളായിരുന്നു ആ കത്തിലെ പ്രധാനപ്പെട്ട കാമ്പ്. ആ കഥ എഴുതിയപ്പോൾ ഒരു സംശയം വോൾട്ടേറിന് പെട്ടെന്ന് വന്നു. പല നേതാക്കളുടെയും പേരെഴുതി. ഏതു നേതാവിന് കത്തയച്ചാലാണ് ലോകത്തിൻ്റെ ആശങ്ക പരിഹരിക്കാൻ കഴിയുന്ന, തൻ്റെ സംശയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഉത്തരം ലഭിക്കുക? ഒരുപാട് നേതാക്കൾക്ക് കത്തെഴുതി. ആ കത്തുകൾ എഴുതിയ പേരുകൾ എഴുതിയ എല്ലാ നേതാക്കന്മാരുടെയും പേരുകൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരൊറ്റയാളിലാണ് ആ പേര് വോൾട്ടേർ കണ്ടെത്തിയതാണ് ഫോസ്റ്റർ കത്തെഴുതുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ വോൾട്ടേറുടെ സംശയങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വോൾട്ടേർക്ക് ബോധ്യം വരികയും വോൾട്ടേർ അളവറ്റ സന്തോഷത്തോടു കൂടി ആ കത്തെഴുതി തീർക്കുകയുമായിരുന്നു എന്നാണ് ഫോസ്റ്റർ പറയുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിലും വോൾട്ടേർ പുനർജനിച്ചാൽ, ഈ ലോകത്തിനെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ, ഒരു നേതാവിന് കത്തെഴുതാൻ ആഗ്രഹിച്ചാൽ, ആ നേതാവിന് ഇന്നും വോൾട്ടേറിന് ഇന്നും സംശയം ലേശമെന്നെ കത്തെഴുതാൻ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് ഒരുപക്ഷേ ജവഹർലാൽ നെഹ്റു തന്നെയായിരിക്കും. ഒരുപക്ഷേ മണ്ടേലയും ഒപ്പമുണ്ടാവും, അല്ലേ? അപ്പോൾ അതായിരുന്നു നെഹ്റു എന്നത് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ നെഹ്റുവിൻ്റെ ഓർമ്മകൾ പോലും നമ്മുടെ രാജ്യത്ത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കണ്ണുള്ളപ്പോൾ മാത്രമേ കണ്ണിൻ്റെ വില നമ്മൾ അറിയത്തുള്ളൂ. നെഹ്റു അത്രമേൽ വലിയൊരു കണ്ണായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തെ, ദേശരാഷ്ട്രത്തെ സൃഷ്ടിച്ചെടുത്ത നെഹ്റു.